ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കേട്ടിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടിട്ട് എക്സാമിൽ പ്രത്യേകിച്ചും കേട്ടിട്ട് 2 എക്സാമിനൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഹ്യൂമൻ ബോഡി അല്ലേ, അതേപോലെ വർഗീകരണം, ഇങ്ങനെയുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക് എന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നമ്മൾ SCERTൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ അപ്ഡേറ്റഡ് ആണ്. എല്ലാ ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്ക് പുതിയത് വന്നിട്ടുണ്ട്. പുതിയതെന്ന് പറയുമ്പം പഴയ കണ്ടൻറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ഇല്ലെങ്കിലും കുറേ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടെക്സ്റ്റും നന്നായിട്ട് വായിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ട് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് K1 ആണെങ്കിലും K2 ആണെങ്കിലും. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, സിലബസ് അനുസരിച്ചിട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ജീവികളെ 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചത് ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം, K2ൻ്റെ ഒക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം, വർഗീകരണം, ടാക്സോണമി എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടാക്സോണമി ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ടാക്സോണമി എന്നാണ് പറയുക. അപ്പോൾ ആ വാക്ക് ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിലും നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. വർഗീകരണത്തിന് പൊതുവേ നമ്മൾ ടാക്സോണമി എന്നിങ്ങനെ മംഗ്ലീഷിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വർഗീകരിക്കുക, ജീവികളെ 2 കിങ്ഡങ്ങളൊക്കെ ആയിട്ട് വർഗീകരിക്കുക, 3 കിങ്ഡമായി വർഗീകരിച്ചു, 5ആയി വർഗീകരിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ആരാണ് പക്ഷേ 3 കിങ്ഡമായി വർഗീകരിച്ചത്, തരംതിരിച്ചത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാൾ വൗസ്, ഓപ്ഷൻ ബി ലിനേയസ്, ഓപ്ഷൻ സി R.H. വിറ്റക്കർ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹേക്കൽ. ഇങ്ങനെയാണ്. ഇതിൽ ഓപ്ഷനിൽ പറയുന്ന ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുള്ളവരാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം അല്ലേ? എന്ന് വെച്ചാൽ എല്ലാവരെയും അറിയാം, വർഗീകരണമായിട്ട് ബന്ധപ്പെട്ടവരാണ്. വർഗീകരണത്തിൻ്റെ പിതാവൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളാണ് നമ്മളെ ലിനേയസ് എന്ന് പറയുന്ന വ്യക്തി. അറിയാലോ അല്ലേ? അപ്പോൾ നോക്കിയതിൽ ഏതാ? കാൾ വൗസ്. കേട്ടിട്ടുണ്ടോ? കാൾ വൗസ് നമ്മൾ കേട്ടതാണ്. പക്ഷേ 3 കിങ്ഡം എന്നല്ല അല്ലേ, വർഗീകരണവുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടല്ല അദ്ദേഹത്തിനെ കേട്ടത്. 3 ഡൊമൈൻ വർഗീകരണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ആൻസറിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ മുൻപേ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യം ഒന്ന് ചെക്ക് ചെയ്താലോ? ഇത് നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫാക്റ്റാണ് കേട്ടോ. ഇതാ അവിടെ നോക്കിയേ. ഓക്കെ, ഇതാ ഇത് നോക്കി, ഇവിടെ കുറേ സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം അല്ലേ? ഇവിടെ കുറേ സിഡ്നി ഫോക്സ്, ജോവാൻ ഓറോ, ഹറോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ. പിന്നെ ഇതാ പുതിയ ടെക്സ്റ്റിലേക്ക് വരുമ്പം അരിസ്റ്റോട്ടിൽ ഉണ്ട്, തിയോഫ്രാസ്റ്റസ് ഉണ്ട്, നമ്മുടെ ജോൺ റേ ഉണ്ട് അല്ലേ, ഏണസ്റ്റ് ഹേക്കൽ ഉണ്ട്, ലിനേയസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ കൂട്ടത്തിൽ നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഇതാ നോക്കിയേ, യെസ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹേക്കൽ ജീവികളെ അനിമാലിയ, പ്ലാന്റേ, പ്രൊട്ടിസ്റ്റ. അനിമാലിയ എന്ന് പറയുമ്പോൾ എല്ലാ അനിമൽസും, പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാന്റ്സും അല്ലേ, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന സമയത്ത് ഏകകോശവും മർമ്മവുമുള്ള ജീവികളൊക്കെയാണ് പ്രൊട്ടിസ്റ്റയിൽ വരിക. എന്നിങ്ങനെ 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചു. അപ്പോൾ ജീവികളെ 3 കിങ്ഡമായി തരംതിരിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് വരിക? ഏതാണ് ആൻസർ? ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി ആണ്, ഏണസ്റ്റ് ഹേക്കൽ. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഒരു ആൻസർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കാൾ വൗസ് എന്ന് പറഞ്ഞാൽ എന്താ? 6 കിങ്ഡം വർഗീകരണത്തിൻ്റെ ആളാണ് കേട്ടോ. 6 കിങ്ഡം അല്ലെങ്കിൽ 3 ഡൊമൈൻ എന്നൊക്കെ പറയാറുണ്ട്. 3 ഡൊമൈൻ വർഗീകരണം അല്ലെങ്കിൽ 6 കിങ്ഡം വർഗീകരണത്തിൻ്റെ വ്യക്തിയാണ് കാൾ വൗസ്. ലിനേയസോ? ലിനേയസ് എത്ര കിങ്ഡമാണ്? 2 കിങ്ഡം ആണ്. 2 കിങ്ഡം വർഗീകരണത്തിൻ്റെ ആളാണ് ലിനേയസ്, മാറിപ്പോവരുത്. R.H. വിറ്റക്കർ 5 കിങ്ഡം ആണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണത്തിൻ്റെ പ്രപ്പോസ് ചെയ്ത ആളാണ് R.H. വിറ്റക്കർ. അപ്പം ഇതിൽ ആഡ് ചെയ്ത് നോട്ട് ചെയ്യുക, 3 കിങ്ഡമായി തിരിച്ച ആളെ പേരാണ് ഏണസ്റ്റ് ഹേക്കൽ. ഏണസ്റ്റ് ഹേക്കലിൻ്റെ പേരിൽ വേറൊരു ക്രെഡിറ്റും കൂടി ഉണ്ട്. നമ്മൾ ഇക്കോളജി എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇക്കോളജി അല്ലേ? ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. പദം ആവിഷ്കരിച്ചത്, ദ വേർഡ് ഇക്കോളജി, ആ പദം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ലൈഡ് നിങ്ങൾ കണ്ടതല്ലേ, മറ്റുള്ളവരെയും കൂടെ നമ്മൾ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? ഇവിടെ ആരെ കൊടുത്തേ? അരിസ്റ്റോട്ടിലാണ്, മറക്കരുത്. അരിസ്റ്റോട്ടിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബയോളജി എന്ന് പറയുന്ന ഒരു ശാഖ പഠിക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു വ്യക്തിത്വം. കാരണം ഫാദർ ഓഫ് ബയോളജി അല്ലേ? ബയോളജി എന്ന് പറയുന്ന നമ്മുടെ ജീവശാസ്ത്രം അല്ലെ, ജീവശാസ്ത്രമാണ് ബയോളജി എന്നറിയാം. ജീവശാസ്ത്രം, അതിൻ്റെ പിതാവാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. ഓക്കെ, പിതാവാണ് അരിസ്റ്റോട്ടിൽ. വേണമെങ്കിൽ സുവോളജീൻ്റെ പിതാവാണ് എന്നും പറയാം. സുവോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജന്തുശാസ്ത്രം അല്ലെ, ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത്.
ജീവികളെ രക്തത്തിന്റെ കളർ നോക്കിയിട്ട് ചുവന്ന രക്തമുള്ളവരാരാ അല്ലാത്തവരാരാ എന്ന് തരംതിരിച്ച ആളാണ് നമ്മളെ അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. ഇനി അടുത്തതാരാ? തിയോഫ്രാസ്റ്റസ് ആണ് അല്ലെ. തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞാൽ ആരാ? തിയോഫ്രാസ്റ്റസ് ആരാ? ഇവിടെ ജീവികളെയാണ് വർഗീകരിച്ചതെങ്കിൽ അതിൽ ജന്തുക്കളെ അല്ലെ, പ്രത്യേകിച്ച് രക്തം എന്നൊക്കെ പറയുമ്പോൾ ജന്തുക്കളെ. ഇവിടെ സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഓഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ച വ്യക്തിയാണ് ഏത്? നമ്മുടെ തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഓഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അതുകൊണ്ട് തന്നെ സസ്യശാസ്ത്രം അല്ലെ, സസ്യശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ ബോട്ടണീന്റെ പിതാവാണ് ആര്? നമ്മുടെ തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായോ? റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നോട്ട് ചെയ്യട്ടോ. മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഓഷധി എന്നാണ് പറഞ്ഞത്. ഓഷധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെർബ്, വളരെ ചെറിയ സസ്യങ്ങൾക്കാണ് നമ്മൾ ഹെർബ്, ഓഷധി എന്ന് പറയും. അങ്ങനെ വർഗീകരിച്ച ആളാണ് ഇദ്ദേഹം. ഓക്കെ, ഇനി അടുത്ത ആരാ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ജോൺ റേ അല്ലെ. ജോൺ റേനെ ചോദിക്കാറുണ്ട്. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ ആണ് ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതല്ല. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, വർഗീകരണ ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ബേസ് ആണ് സ്പീഷീസ്. ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ ആണ്. ഓക്കെ, അതേപോലെ ശാസ്ത്രീയമായ ഒരു വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചതും ആരാണ്? നമ്മുടെ ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം മറക്കരുത്. അതാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യം അല്ലെ. ഇനി അടുത്തത് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മൾ ഏണസ്റ്റ് ഹേക്കലിനെ പറ്റിയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ച ആളാണ് നമ്മളെ ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. ഇനി അടുത്ത ആരാ? ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. വർഗീകരണങ്ങൾ കൃത്യതപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകി അദ്ദേഹത്തിനെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പൊ ജോൺ റേ ശാസ്ത്രീയമായിട്ട് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ പോലും വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാ എന്ന് ചോദിച്ചാൽ ആൻസർ ആരാ? ലിനേയസ് ആണ് വരിക കേട്ടോ. ടാക്സോണമി എന്നതാണ് പറയാം. വർഗീകരണ ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ടാക്സോണമി എന്നുള്ളത്. ടാക്സോണമി എന്ന് പറയുന്ന വാക്കും പഠിച്ചു വെച്ചേക്ക്, ചിലപ്പം അങ്ങനെയും ചോദിക്കാം. യെസ്, അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാ ആൾക്കാരെയും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും വളരെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാരാണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അതിലുള്ള ഒരാളെ മറക്കാതെ കൃത്യമായിട്ട് അവിടെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ 6 കിങ്ഡം വർഗീകരണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാൾ വൗസിനെ കുറിച്ചൊക്കെ ഇവിടെ കാണാം കേട്ടോ. കാൾ വൗസിന്റെ കാര്യമൊക്കെ നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാൾ വൗസ് ആണ്. ഇതാ കണ്ടോ, 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ വർഗീകരണത്തിന് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് 6 കിങ്ഡം എന്ന് പറയാം, അല്ലെങ്കിൽ 3 ഡൊമൈൻ വർഗീകരണം എന്ന് പറയാറുണ്ട് കേട്ടോ. 3 ഡൊമൈൻ, 3 ഡൊമൈൻ എന്ന് പറയും. അപ്പൊ മാറിപ്പോവരുത്, 3 ഡൊമൈൻ വർഗീകരണം എന്ന് പറയും. അങ്ങനെ ഇതൊക്കെയാണ് 3 ഡൊമൈൻ. ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ എന്നിങ്ങനെ വർഗീകരിക്കാൻ 5 കിങ്ഡത്തിന്റെ ആളാണ് RH വിറ്റക്കർ അല്ലെ. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമാലിയ ഇന്നങ്ങനെ 5 ഗ്രൂപ്പായി തിരിച്ചു. പിന്നെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയ ആളാണ് മൊനീറ എന്ന് പറയുന്ന ഒന്നാമത്തെ കിങ്ഡത്തിനെ എടുത്തിട്ട് മുറിച്ച് 2 ആക്കി മാറ്റി. കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, എന്നിട്ട് അതിന്റെ മുകളിൽ ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ എന്ന് പേരും കൊടുത്തു. ഓക്കെ, ബാക്കിയുള്ളതാണ് പ്രൊട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമാലിയ. അതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് ഡൊമൈൻ യൂക്കാരിയ എന്ന് പേര് കൊടുത്തു. അങ്ങനെ വർഗീകരിച്ചിട്ട് മൊത്തത്തിൽ 6 കിങ്ഡം അല്ലെങ്കിൽ 3 ഡൊമൈൻ ആയി തരംതിരിച്ച ആളുടെ പേരാണ് കാൾ വൗസ്. ഇതൊക്കെ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 5നെ 6 ആക്കി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, റെഡിയാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 കിങ്ഡത്തിന്റെ ആള് ലിനേയസ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഇനിയൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാ, പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാകുമെന്ന് തെളിയിച്ചതാരാണ്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പം ആരാ? പ്രോട്ടീന് സമാനമായിട്ടുള്ള തന്മാത്രേനൊക്കെ കൃത്രിമമായിട്ട് നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞത് ജോവാൻ ഒറോ, സിഡ്നി ഫോക്സ്, ഹരോൾഡ് യുറേ, സ്റ്റാൻലി മില്ലർ. വേറൊരു സ്ലൈഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ കുറച്ച് പേരില്ലേ, ആ കൂട്ടത്തിൽ ആരാന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, യെസ്, ഇതാ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നേരെ കടക്കുകയാണെങ്കിൽ പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചതാണ് നമ്മളെ സിഡ്നി ഫോക്സ്. ഓക്കെ, മറക്കണ്ട കേട്ടോ, സിഡ്നി ഫോക്സ് ആണ് അങ്ങനെ പറഞ്ഞത്. പ്രോട്ടീനിന് സമാനമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പം മറ്റുള്ളവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാതെ പോകുന്ന മോശമാണ് അല്ലേ. മറ്റുള്ളവരാരാ? ജോവാൻ ഒറോ എന്ന് പറയുന്നതാണ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്യമായി നിർമ്മിച്ച ആളാണ്. എന്താ ഈ ന്യൂക്ലിക്
ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ആരൊക്കെയാ വരിക? DNA, RNA, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിക് ആസിഡ് എന്ന് പറയാം. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അല്ലെ, ഇതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇതിന്റെ നിർമ്മാണ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാണ ഘടകങ്ങളാണ് എന്തൊക്കെ? അഡിനിൻ, അല്ലെ, അഡിനിൻ എന്ന് പറയുന്നത്, അതേപോലെ തൈമിൻ എന്ന് പറയാറുണ്ട്, ദെൻ ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതൊക്കെയാണ് DNA, RNA നിർമ്മാണ ഘടകം. ഓക്കെ, ഇവിടെ RNA കേസിലാണെങ്കിൽ ATGC ഇങ്ങനെയല്ലേ നമ്മൾ പറയാ. RNA കേസിലാണെങ്കിൽ AUGC എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ യു എന്താ? യുറാസിലാണ്, യുറാസിൽ. അപ്പൊ RNA തൈമിന് പകരം യുറാസിലാണ്, DNA തൈമിനാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും 4 നൈട്രജൻ ബേസുകളാണുള്ളത്. അപ്പൊ RNAന്റെയും DNAന്റെയും ഘടന പഠിക്കുമ്പം അതിനെ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ന്യൂക്ലിക് ആസിഡുകളാണ് അടിസ്ഥാന ഘടകം. അതിലൊരു ഭാഗമാണ് നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസിലുള്ള അഡിനിൻ എന്ന് പറയുന്നത്, അത് ആ DNA-യിലുണ്ട്, RNA-യിലുണ്ട്, അല്ലെ, ആ അഡിനിനെ കൃത്രിമമായി നിർമ്മിച്ച ആളാണ് നമ്മുടെ ജോവാൻ ഓറോ. ജോവാൻ ഓറോ. പക്ഷേ പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രേനെ കൃത്രിമമായി നിർമ്മിക്കാൻ പറ്റും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിഡ്നി ഫോക്സ്. ആരാണ്? സിഡ്നി ഫോക്സ് ആണ് കേട്ടോ. യെസ്. അപ്പോൾ ഇനി അടുത്ത എന്താ? ഹരോൾഡ് യുറേ, സ്റ്റാൻലി മില്ലർ, 2 പേരുണ്ട്. എന്തായാലും യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേമസ് എക്സ്പെരിമെന്റ് നടത്തിയ ആൾക്കാരാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? പരിണാമം അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം. ഭൂമിയിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് ജീവൻ ഉണ്ടായത്, അല്ലെ, അങ്ങനെ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങളെ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് ഒരു പരീക്ഷണശാലയിൽ വെച്ചിട്ട് തെളിയിച്ചവരാണ് യൂറേ മില്ലർ. സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയും. ഓക്കെ, അപ്പം ആ പേരും കൂടെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇവിടുത്തെ ആൻസർ എന്താ? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിച്ചതാരാ? സിഡ്നി ഫോക്സ്, അല്ലെ, സിഡ്നി ഫോക്സ് ആണ് ആൻസർ. ജോവാൻ ഓറോനെ മറക്കരുത്. ന്യൂക്ലിയോടൈഡ്, അതിലെ നൈട്രജൻ ബേസ് ആയ അഡിനിനെ കൃത്രിമമായി നിർമ്മിച്ച വ്യക്തിയാണ് എന്നുള്ളത് കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാ? കേട്ടിട്ടുണ്ട്, തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഒരു ജീവിനെ വർഗീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് വലുത് ഇങ്ങനെ പറയല്ലേ. അപ്പോൾ അവിടുത്തെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ? കുടുംബം, കിങ്ഡം, ഓർഡർ, സ്പീഷീസ്. ഏതാ? സ്പീഷീസ് ആണ്, അല്ലെ, സ്പീഷീസ് ആണ്. ഈ സ്പീഷീസ് എന്ന പദം, അല്ലെ, എന്ന പദം ആവിഷ്കരിച്ച ആളാണ് ഏത്? നമ്മുടെ ജോൺ റേ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ജോൺ റേ ആണ് ഈ പദം ആവിഷ്കരിച്ചത്. അപ്പൊ എപ്പോഴും വർഗീകരണമൊക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തുണ്ടാവണം? വർഗീകരണത്തിന്റെ ആ തലം കൃത്യമായിട്ട് മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ജീവിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പറയില്ലേ, വർഗീകരണത്തിന്റെ ഓരോ തലങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചു വെക്കാറില്ലായിരുന്നു, അല്ലെ? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പഠിക്കൂലേ, അല്ലേ? അപ്പോൾ അതാണ് വർഗീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന തലങ്ങൾ ഒന്ന് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ വരുന്നത്, ഏറ്റവും ബേസ് ആണ് ഏത്? സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആ പദം ആവിഷ്കരിച്ചത് ജോൺ റേ ആണ്. അപ്പോൾ അടിസ്ഥാന തലം ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും എന്ത് പറയാൻ പറ്റണം? സ്പീഷീസ് എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റണം. ഓക്കെ, കിങ്ഡം ആണ് ഏറ്റവും മുകളിൽ. കിങ്ഡത്തിൻ്റെയും മുകളിലാണ് ആരുള്ളത്? ഡൊമൈൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്, ഡൊമൈൻ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. റെഡി? ക്ലിയർ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നോക്കിക്കോ. ഇനി നമ്മൾ രോഗങ്ങൾ പറയുന്ന ഒരു ടോപ്പിക് ഒക്കെ ഉണ്ട്, അല്ലേ? രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പനി കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരെന്താണ്? പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് എന്താ പറയുക? പാരസെറ്റമോൾ നമ്മൾ പറയും, അല്ലേ? അത് മരുന്നിൻ്റെ പേരല്ലേ? അപ്പം അങ്ങനെയുള്ള പാരസെറ്റമോൾ ആണെങ്കിലും ഡോളോ ആണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശരീരോഷ്മാവ് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റി ഹെൽമിന്തുകൾ, ആൻറ്റി പൈററ്റിക് മരുന്നുകൾ, ഇവയെല്ലാം ഇതിലേതാണ് പനി കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേര്? പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരെന്താണ്? എന്ത് മരുന്നാ പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതിന്? യെസ്, ആൻറ്റി പൈററ്റിക് മരുന്ന് എന്നാണ് പറയുക കേട്ടോ. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയകൾക്കെതിരെയാണ്. ബാക്ടീരിയ, അല്ലെ, ബാക്ടീരിയയ്ക്ക് എതിരെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനെയാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയാം. ഇനി ആൻറ്റി ഹെൽമിന്ത് എന്ന് പറഞ്ഞാലോ? ഹെൽമിന്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വിരശല്യം ഉണ്ടാവില്ലേ? വിരകൾ, രോഗം ഉണ്ടാക്കുന്ന വിരകളില്ലേ, അല്ലെ? മന്തുരോഗം എന്ന് പറഞ്ഞാൽ വിരയാണ്, അല്ലാതെ നമുക്ക് വിരശല്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിരകൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. വിരകൾക്ക് എതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആൻറ്റി ഹെൽമിന്ത് എന്ന് പറയാം. ഇപ്പോൾ ഫംഗസിനെതിരെ ആൻറ്റി ഫംഗൽ, വൈറസിനെ കൺട്രോൾ ചെയ്യാൻ ആൻറ്റി വൈറൽ, അങ്ങനെ പറയില്ലേ? അപ്പോൾ ആൻറ്റി ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ വിരകളാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ.
ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ വൈറസുകൾക്കെതിരെ ആൻറ്റി വൈറൽ മരുന്നുകൾ, ഫംഗസിന് ആൻറ്റി ഫംഗൽ മരുന്ന്, പ്രോട്ടോസോവയാണെങ്കിൽ ആൻറ്റി പ്രോട്ടോസോവ. ആൻറ്റി എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ആൻറ്റി എന്നങ്ങ് ചേർത്ത് പറയുമ്പം വ്യത്യാസമുള്ളതാണ്. വിര ആൻറ്റി വിര എന്ന് പറയരുത്, ആൻറ്റി ഹെൽമിന്ത് മരുന്നുകൾ എന്നാണ് പറയുക കേട്ടോ. പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ ഇതാ, അതിന് ആൻറ്റി പൈററ്റിക് മരുന്നുകൾ എന്നാണ് പറയാം. ഇപ്പോൾ ഒരു പൈററ്റിക് എന്ന് പറയുന്ന ഒരു വാക്ക്, ഇപ്പോൾ പനി എന്ന് പറയുന്ന ഒരു സംഭവം എന്താ, നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറിക്കറിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യാണ്, ആ രോഗാണുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ ശരീരോഷ്മാവ് കൂട്ടുകയാണ്, ചൂടാക്കി കൊല്ലുകയാണ് അല്ലേ. അപ്പോൾ അവിടെ പനി ഒരിക്കലും ഒരു രോഗമായിട്ടല്ല, ഒരു രോഗപ്രതിരോധ മാർഗം ആയിട്ടാണ്. നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു രോഗപ്രതിരോധ മാർഗമാണ് പനി എന്ന് പറഞ്ഞാൽ. വാക്സിനേഷൻ എടുത്താലും നമുക്ക് പനി വരും, കാരണം ഒരു അന്യവസ്തു നമ്മളെ ബോഡിയിൽ കയറിയാൽ ശരീരം പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമാണ് പനിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നോക്കിയേ, ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ ഉയരുന്നത്. അപ്പോൾ സാധാരണ പരിധിയൊക്കെ എപ്പോഴും ചോദിക്കും. നമ്മുടെ നോർമൽ ശരീരോഷ്മാവ് എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ അത് ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനേക്കാൾ ഉയരുന്ന അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറയുക. അപ്പോൾ എന്തെങ്കിലും അണുബാധ അല്ലെ വീക്കമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിലെ ഈ ശ്രദ്ധിച്ചേക്ക്, എങ്ങനെയാണ് പനിക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, ശരീരത്തിലെ രോഗാണുക്കളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ പട്ടാളക്കാരാണ് നമ്മളെ ശ്വേതരക്താണുക്കൾ. അപ്പോൾ ആ വെളുത്ത രക്തകോശം എന്ന് വെച്ചാൽ ശ്വേതരക്താണു എന്ന് പറഞ്ഞാൽ നമ്മളെ WBC, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇതാ വാക്ക് ശ്രദ്ധിച്ചേക്കുക, പൈറോജൻ എന്ന രാസവസ്തുവിനെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ശ്വേതരക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറി എന്ന് കാണുമ്പം ശ്വേതരക്താണുക്കൾ പൈറോജൻസ് എന്ന് പറയുന്ന രാസവസ്തുവിനെ എന്ത് ചെയ്യുന്നു, പുറത്തുവിടുന്നു. ഇതാണ് താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം നൽകുക. നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൂട്ടണം എന്ന് തലച്ചോറിന് നിർദ്ദേശം നൽകുകയാണ് ഈ പൈറോജൻ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ സാന്നിധ്യം. അപ്പോൾ തലച്ചോറിലെ ഹൈപ്പോ തലാമസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ശരീരോഷ്മാവ് കൂട്ടുന്നു. അങ്ങനെ നമുക്ക് പനി വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ പനി ഒരുതരം രോഗപ്രതിരോധ സംവിധാനമാണ്. ഓക്കെ, ഉയർന്ന താപനില വന്നു കഴിഞ്ഞാൽ ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കാനും രോഗാണുക്കളെ വളർച്ചയെ തടയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കും. ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള ശ്വേതരക്താണുവിലെ കോശങ്ങളെയാണ് നമ്മൾ ഫാഗോസൈറ്റ് എന്ന് പറയാം. അപ്പോൾ അവരൊന്നും കൂടി ഉഷാറായി രോഗാണുവിനെ വേഗം പിടിച്ച് വിഴുങ്ങി വേഗം നശിപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ രോഗാണുവിൻ്റെ വളർച്ച നമ്മളെ ബോഡിയിൽ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പനി കൂടിക്കഴിഞ്ഞാൽ പറ്റും അല്ലേ. രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ പനിക്കുന്ന സമയത്ത് പറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കും പിന്നെ എന്തിനാ പനി വരുമ്പോൾ അസുഖം, കാരണം നമ്മൾ അസുഖം എന്ന് പറയുമ്പോൾ പനി ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ കൂടി നിന്നാൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് എഫക്റ്റ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ രോഗാണുവിനെ നശിപ്പിക്കാൻ നമ്മളൊരു എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ട് മെഡിസിനും കൂടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതാവില്ലേ, നമ്മളെ ബോഡി ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണ്ടല്ലോ, നമ്മൾ ടയർഡായി പോകും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് മെഡിസിൻസും കൂടെ എടുക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ. യെസ്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ പനി വരുന്ന സമയത്ത് ശ്വേതരക്താണുക്കളാണ് പൈറോജൻ എന്ന് പറയുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അതാണ് തലച്ചോറിന് നിർദ്ദേശം നൽകുന്നത്, ടെമ്പറേച്ചർ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റെഡി. അപ്പോൾ എന്തായാലും നമ്മൾ പനി വരുമ്പോൾ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചികിത്സേൻ്റെ ഭാഗമായിട്ട് സാധാരണ ഒന്നുകിൽ നമ്മൾ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ, അലോപ്പതി ഒക്കെ എടുക്കാറുണ്ട്, മോഡേൺ മെഡിസിൻ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരം ചോദിക്കുന്ന നമ്മളെ ബുക്കിലൊക്കെ ഇപ്പം പിന്നെയും ആഡ് ചെയ്ത, പഴയ ബുക്കിലും ഉണ്ട്, ആഡ് ചെയ്ത പേരുകൾ നോട്ട് ചെയ്യുക. ആയുർവേദ ചികിത്സയാണെങ്കിൽ ആരാണ് ആയുർവേദ ചികിത്സേൻ്റെ പിതാവ്? ഈ പേര് വായിക്കുമ്പോൾ ഒരു ആയുർവേദം പോലെ തോന്നുന്ന പേരുണ്ടോ നിങ്ങൾക്ക്? ചരകൻ, സാമുവൽ ഹാനിമാൻ, ഹിപ്പോക്രാറ്റസ്, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആരാ ആയുർവേദ ചികിത്സേൻ്റെ പിതാവ്? ആരാ? യെസ്, ആരാ ആയുർവേദ പേരേതാ? ചരകൻ അല്ലേ. ചരകൻ എന്ന് പറയുന്നതാണ് ആയുർവേദ ചികിത്സേൻ്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ ഇനി ഹോമിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഹോമിയോ ചികിത്സ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ആരാ ഹോമിയോപ്പതിയുടെ പിതാവ് ആരാ? ഹോമിയോ എന്ന് പറയുമ്പോൾ ഹോ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ എന്തായാലും വരും. പക്ഷേ ഹോയിൽ തുടങ്ങുന്ന 2 പേരൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആരാണ് വരിക? ഹോമിയോ പറയുമ്പോൾ അതിൽ ഹായുണ്ട് മായുണ്ട്, അങ്ങനെ എടുത്താൽ പോരെ. ഹായും മായും വരുന്ന പേരേതാ? സാമുവൽ ഹാനിമാൻ. അപ്പോൾ ഇവിടെ മായുണ്ട്, ഇവിടെ ഹായ് ഉണ്ട് അല്ലേ. സാമുവൽ ഹാനിമാൻ, ഹനുമാൻ എന്നൊന്നും പറയരുത്, ഹാനിമാൻ. സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതി ചികിത്സേൻ്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മോഡേൺ മെഡിസിൻ ആരാ? ആധുനിക വൈദ്യശാസ്ത്രം. നമ്മൾ അലോപ്പതിയിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ആരാ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? എന്തായാലും ചരകനും സാമുവൽ ഹാനിമാനും അല്ലല്ലോ, 2 ഓപ്ഷൻസ് ഡിലീറ്റ് ആയിരിക്കുന്നു. 50-50 ആണ് ചാൻസ് അല്ലേ. ബാക്കി ആരാ? ഹിപ്പോക്രേറ്റസ്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആരാണ് ആൻസർ? ആരാ? യെസ്, ഹിപ്പോക്രേറ്റസ്. ഓക്കെ, ഹിപ്പോക്രേറ്റസ്. ഓപ്ഷൻ സി ഹിപ്പോക്രേറ്റസ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ
നിങ്ങൾക്ക് എവിടെ ഒരു പരിചയം ഉണ്ടല്ലോ, എവിടെയോ ഒരു പേര് കേട്ടിട്ടുണ്ടല്ലോ, എവിടെയാണ് കൂടെ പഠിച്ചതാണോ, എവിടെയോ നമ്മളിപ്പോൾ കേട്ട് പരിചയമുണ്ടല്ലോ. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആരാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കും അല്ലേ? ചിലപ്പം പനീൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്കും കൂടെ തരാറില്ലേ, പാരസെറ്റമോളിൻ്റെ കൂടെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞാൽ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയ ആളാണ്, ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കിന് പറയുന്ന പേരാണ് പെനിസിലിൻ. ഓക്കെ, പെനിസിലിൻ ആണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. അത് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഒരു ഫംഗസിൽ നിന്നാണ് കണ്ടെത്തിയത്. ആ ഫംഗസിന്റെ പേരാണ് പെനിസിലിയം നൊട്ടേറ്റം അല്ലെ? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ ഫംഗസിന്റെ പേര്. അതിൽ നിന്നാണ് പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആ പേരുകൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. റെഡി, ക്ലിയർ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേട്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്താണ്? ഫാഗോസൈറ്റോസിസ്. ഇപ്പം അങ്ങനെ ഒരു വാക്ക് കേട്ടില്ലേ പനി വരുന്ന സമയത്ത്, ഫാഗോസൈറ്റോസിസിനെ കുറിച്ചൊക്കെ അല്ലേ? എന്താണ് ഫാഗോസൈറ്റോസിസ് എന്നാൽ? ഫാഗോസൈറ്റോസിസ് എന്താ? അണുബാധ ഉണ്ടാവുമ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതിനെയാണോ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുക? ചുവന്ന രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണോ? രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ, വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. ഫാഗോ എന്ന് പറയുമ്പോൾ എന്തായാലും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. ആര് വിഴുങ്ങുന്നു എന്നുള്ളത് പ്രധാനമാണ്. അരുണ രക്താണുവാണോ ശ്വേതരക്താണുവാണോ? നമ്മളെ ശരീരത്തിലുള്ള പട്ടാളക്കാർ ആലോചിച്ച് നോക്കുക. നല്ല വെള്ള യൂണിഫോം ഇട്ട പട്ടാളക്കാരെ മനസ്സിൽ കാണുക കേട്ടോ, നേവിയാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം വെള്ള ഡ്രസ്സ് ഇട്ട പട്ടാളക്കാരാണ്. അപ്പോൾ ഏതാ? വെളുത്ത രക്തകോശങ്ങൾ WBC ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. ഓക്കെ, ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. റെഡി, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ആ ഫാഗോസൈറ്റോസിസ് കാണിക്കുന്നവർ? WBC എന്ന് പറഞ്ഞാൽ തന്നെ ആ കൂട്ടത്തിൽ തന്നെ 5 തരമുണ്ട്. WBCക്ക് തന്നെ 5 തരമുണ്ട് അല്ലേ? അപ്പോൾ ആ 5 തരത്തിലുള്ള ആൾക്കാരുടെ പേരാണ്. ഒന്നിന് പേര് ന്യൂട്രോഫിൽ എന്ന് പറയുന്നവരുണ്ട്, അതേപോലെ ബേസോഫിൽ ഉണ്ട്, ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ ഉണ്ട്. ഇനി മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റ് എന്ന് പറയുന്ന ഒരു ശ്വേതരക്താണുണ്ട്. ലിംഫോസൈറ്റ് ഉണ്ട്, 5 പേരുണ്ട്, 5 തരം പേരുണ്ട്. ഈ 5 തരത്തിൽ ആരൊക്കെയാണ് വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ളവർ? 5 പേരും ഇല്ല. 5 ആൾക്കാരും പല രീതിയിൽ രോഗാണുവിനെ തുരത്താനാണ് നമ്മളെ സഹായിക്കുക. പക്ഷെ വിഴുങ്ങി നശിപ്പിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണെന്നറിയോ? ഏതാണ് ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണം? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ഈസിനോഫിൽ, എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആൻസർ എന്നറിയോ? ന്യൂട്രോഫിൽ ഓക്കെയാണ്, മോണോസൈറ്റും ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എയും ബിയും. അപ്പം ന്യൂട്രോഫിൽ പറയുമ്പോൾ ന്യൂട്രീഷൻ ആലോചിക്കുക. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നൊക്കെയാണ് അല്ലേ? ആഹാരം അല്ലെ? ന്യൂട്രീഷൻ, പോഷണം. അപ്പം അങ്ങനെ ആലോചിക്കുക, പിടിച്ച് വിഴുങ്ങാന്ന്. മോണോസൈറ്റ് ആണ് ഏറ്റവും വലുത്, ഏറ്റവും വലിയ ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലുതാണ് മോണോസൈറ്റ്. അപ്പം അവരും പിടിച്ച് വിഴുങ്ങാണ് ചെയ്യുക. ഇനി ചിലപ്പോൾ മോണോസൈറ്റിൻ്റെ തന്നെ ഒരു രൂപമായിട്ടുള്ള മാക്രോഫേജ് എന്ന് പറയുന്നൊരു വാക്കൊക്കെ ചിലപ്പോൾ ചില ഹയർ ലെവൽ എക്സാമിലൊക്കെ ചോദിക്കാറുണ്ട്. മാക്രോഫേജ് എന്ന് പറയുന്നത് മോണോസൈറ്റിന്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അവരെ പേര് കേട്ടാലും അവരും ഇങ്ങനെ ഫാഗോസൈറ്റ് ആയിട്ടുള്ളവരാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും ആലോചിച്ച് വെച്ചാൽ മതി. ഇനി മാക്രോഫേജ് എന്നുള്ളൊരു വാക്ക് കേട്ടാലും അത് വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള മോണോസൈറ്റിന്റെ ഒരു തരം കോശങ്ങളാണ്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളെ ഫാഗോസൈറ്റുകൾ എന്നാണ് നമ്മൾ പറയുക. വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള ന്യൂട്രോഫിൽ, അതേപോലെ മോണോസൈറ്റ് എന്നിവ ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. കിട്ടിയോ? റെഡി, ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, മറന്നു പോവാതെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചിലപ്പം പുതിയ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരുമ്പം അതിലൊക്കെ നമുക്കിതൊക്കെ കാണാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മ രോഗാണുക്കളെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായി 2007 NIH ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിങ്ങനെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്ക്. 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന, അപ്പോൾ മനുഷ്യ ശരീരം, ഹ്യൂമൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും അല്ലേ? നോക്കുമ്പോൾ 2 ഹ്യൂമൺ ഉണ്ട് ഇവിടെ, 2 ഹ്യൂമൻ. ഓക്കെ,
ഇനി സൂക്ഷ്മ രോഗാണു, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ മൈക്രോ അല്ലേ, മൈക്രോ ഓർഗാനിസ് അല്ലേ. അപ്പൊ മൈക്രോ എന്ന് പറയുന്ന വാക്കും കൂടെ വരുന്നുണ്ടോ നോക്കാം. അല്ലെ, ജീവനുള്ള സാധനങ്ങളാണ്, ഇപ്പൊ ബയോ ആണ്. അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ മൈക്രോ ബയോം പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല, എന്നാലും ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ വായിക്കുക. ഹ്യൂമൻ മൈക്രോ ബയോം പദ്ധതി എന്ന് പറഞ്ഞാൽ HMP എന്നാണ് ഷോർട്ട് ഫോം. നമ്മളെ മനുഷ്യന്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ സമൂഹങ്ങളെ പറ്റി പഠിക്കാൻ 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അതാണ് NIH കേട്ടോ, ആരംഭിച്ച ഗവേഷണ സംരംഭമാണ് ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി. അപ്പം നമ്മളെ ശരീരത്തിനകത്തും പുറത്തും വസിക്കുന്ന കുറേ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെല്ലാവരും രോഗം ഉണ്ടാക്കുന്നവരല്ല, നമുക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരോഗ്യം നിലനിർത്തുന്നതിലും ദഹനം, പ്രതിരോധ ശേഷി, മാനസികാവസ്ഥ എന്നിവയെ സ്വാധീനിക്കുന്നതിലും ഇവ നിർണായക പങ്ക് വഹിക്കുന്നു എന്നാണ്. ഇത് 8ാം ക്ലാസ്സിന്റെ ബുക്കിൽ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. ഇതേ കണ്ടന്റ് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോം എന്ന് പറഞ്ഞാൽ. ബാക്ടീരിയ, ആർക്കിയ എന്ന് വെച്ചാൽ ബാക്ടീരിയൻ്റെ ഒരു ടൈപ്പാണ്, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവിന്റെ സമൂഹമാണിത്. ഇപ്പം ശരീരത്തിൽ എത്ര കോശം ഉണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ എത്ര കോശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും വലുപ്പമാണ് അല്ലെ. ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ എന്നൊക്കെയാണ് പറയാം. പക്ഷേ ഈ ശരീര കോശങ്ങളെക്കാൾ, ലക്ഷക്കണക്കിന് കോടിയേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവി നമ്മളെ ഉള്ളിലുണ്ട്. ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് സൂക്ഷ്മജീവികളുണ്ട്. അവര് എല്ലാവരും നമുക്ക് രോഗം ഉണ്ടാക്കുന്നവരല്ല. നമ്മുടെ രോഗപ്രതിരോധം, മറ്റുള്ള രോഗാണുക്കൾ വരുമ്പോൾ അവരെ ഇടിച്ചോടിക്കാൻ കഴിവുള്ളവരുണ്ട്. രോഗപ്രതിരോധം, ദഹനത്തിൽ സഹായിക്കുക, വിറ്റാമിൻ K, വിറ്റാമിൻ B കോംപ്ലക്സ് ഇതൊക്കെ ഉണ്ടാക്കി തരാൻ വൻകുടലിൽ താമസിക്കുന്ന ബാക്ടീരിയ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ വിറ്റാമിൻ്റെ നിർമ്മാണം, ആഗിരണം എന്നിവയൊക്കെ അവർ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായിട്ട് 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്ത ഒരു കാര്യമാണ്. ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി ഇപ്പം മനുഷ്യൻ്റെ രോഗം മാത്രമല്ല, മറ്റ് ഉള്ള സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം. അതേപോലെ ജനിതക മാറ്റം വരുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ജനിതക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജീവിക്ക് എക്സ്ട്രാ കഴിവുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജനിതക മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയ ജീവികളിൽ ഓരോരുത്തർക്കുള്ള കഴിവിനേക്കാൾ കൂടുതൽ കഴിവ് ജനിതക മാറ്റത്തിൽ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവികളിൽ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മജീവി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജനിതകം ഇതൊക്കെ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റിൽ ചില ടേബിളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൂക്ഷ്മജീവി ഏതാണ്? റൈസോബിയത്തിനൊക്കെ എവിടെയാണ് നമ്മൾ കേട്ട? പയറ് ചെടിയിലുണ്ട്. നൈട്രജൻ സ്ഥിരീകരണമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ റൈസോബിയം. അപ്പോൾ അതിനറിയാം അല്ലേ. അപ്പോൾ ഈക്വളി ബാക്ടീരിയനെ കേട്ടിട്ടുണ്ട്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഫെർമെൻറ്റേഷനൊക്കെയാണ്. സ്യൂഡോമോണാസ് പുറ്റിഡ. അപ്പോൾ ഇവിടെ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് റൈസോബിയത്തിനെയോ ബേക്കേഴ്സ് ഈസ്റ്റിനെയോ എന്തായാലും കണക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ആ ടേബിൾ കേട്ടോ. ഈ ടേബിൾ ഒക്കെ ഒന്ന് വെച്ചിട്ട് പഠിച്ചാൽ മതി. ജനിതക മാറ്റം വരുത്തിയ കുറച്ച് സസ്യങ്ങളെ കുറിച്ച്, 2-3 ജന്തുക്കൾ എക്സാമ്പിൾ, കുറച്ച് സൂക്ഷ്മജീവിൻ്റെ എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികളുടെ കൂട്ടത്തിൽ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശേഷിയുള്ള സൂക്ഷ്മജീവിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണല്ലേ, ഇതിൽ വരുന്നതാണ് സ്യൂഡോമോണാസ് പുട്ടിഡ എന്ന് പറഞ്ഞാൽ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ജനിതക മാറ്റം വരുത്തിയ സൂക്ഷ്മജീവിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ഒക്കെയാണ് ഇത് ഈക്വളി ബാക്ടീരിയ. ഓക്കെ, ഇപ്പോൾ നമ്മളെ കുടലിൽ കാണുന്ന അല്ലെ മണ്ണിലൊക്കെ കാണുന്ന ബാക്ടീരിയനാണ് ഈക്വളി. ഇനി ജനിതക മാറ്റം വരുത്തിയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവും കൂടെ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഫെർമെൻറ്റേഷൻ ശേഷിയുള്ളതാണ് ഏത്? നമ്മുടെ ബേക്കേഴ്സ് ഈസ്റ്റ്. അതാരാ? ഫംഗസ് ആണ് അല്ലെ, ഫംഗസ് ആണ്. ഇനി നൈട്രജൻ സ്ഥിരീകരണ ശേഷി, അന്തരീക്ഷത്തിലെ നൈട്രജനെ പിടിച്ച് നൈട്രേറ്റ് ആക്കി മാറ്റുന്നതിനാണ് നൈട്രജൻ സ്ഥിരീകരണം, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ഓൾറെഡി റൈസോബിയം ബാക്ടീരിയയ്ക്ക് അതുണ്ട്. അപ്പോൾ ജനിതക മാറ്റത്തിൽ കൂടെ ആ കഴിവ് കൂടുതലാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മികച്ച നൈട്രജൻ സ്ഥിരീകരണ ശേഷി റൈസോബിയത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ജന്തുക്കളെ കൂട്ടത്തിൽ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേഗത്തിൽ വളർച്ച, രോഗപ്രതിരോധം, ഉയർന്ന ഉൽപാദനക്ഷമത ഇതൊക്കെ ഉള്ളതാണ് മത്സ്യം. സാൽമൺ മത്സ്യത്തിന് അങ്ങനെയുള്ള ശേഷികൾ നേടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലൂറസെൻസ് ആണ്, തിളക്കം അല്ലേ. അതായിരിക്കും ഗ്ലോ ഫിഷ് ജനിതക മാറ്റത്തിൽ കൂടിയാണ് അതിൻ്റെ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് അല്ലേ, ഗ്ലോ ഫിഷ് അതിൻ്റെ ഒരു തിളക്കം കൂട്ടിയത്.
സസ്യങ്ങൾക്ക് എക്സാമ്പിൾ എന്താ? സസ്യങ്ങളെ ജനിതക മാറ്റം വരുത്തിയിട്ട് അവർക്ക് കീടപ്രതിരോധ ശേഷി, കളനാശിനിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഇങ്ങനെയുള്ള കുറേ ശേഷികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീടങ്ങളെ പ്രതിരോധ ശേഷിയുള്ളതാണ് BT കോട്ടൺ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൺ ഒരു +2 ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ തന്നെയായിട്ട് പഠിക്കുന്നതാണ്. ബയോടെക്നോളജി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വരുന്നതാണ് BT കോട്ടൺ. കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തിച്ചെടി. സാധാരണ പരുത്തിച്ചെടീനെ കീടങ്ങൾ ആക്രമിച്ചാൽ അത് നശിച്ചുപോകും. ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയ BT കോട്ടൻ്റെ പ്രത്യേകത, അതിനെ കീടങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ ആ കീടം അങ്ങ് നശിച്ചുപോകും. കാരണം ഈ ചെടീനകത്ത് തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ജീനിനെ വെച്ചിട്ടുണ്ട്. ആ ജീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. അപ്പോൾ ആ കീടം കഴിച്ചാൽ ഡയറക്റ്റ് ആ പ്രോട്ടീൻ കീടത്തിൻ്റെ ഉള്ളിൽ കയറി കീടൻ അങ്ങ് നശിച്ചു. ഓക്കെ, അപ്പോൾ BT കോട്ടൺ എന്നാണ് പറയാം. ഇനി കളനാശിനി പ്രതിരോധം. കളനാശിനി അല്ലേ, കളകൾ വളരുമ്പോൾ അതിനെതിരെ നമ്മൾ കളനാശിനി ഉപയോഗിക്കുമ്പോൾ വേണ്ടതും കൂടെ നശിക്കാൻ പാടില്ല. കളകൾ മാത്രം നശിക്കുക, മറ്റുള്ളതിനെ പ്രതിരോധിക്കുക. സോയാബീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പോഷക സമൃദ്ധം, സാധാരണേനേക്കാളും പോഷക വാല്യൂ ഉള്ള എക്സാമ്പിളാണ് ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ റൈസിനേക്കാളും വിറ്റാമിൻ എന്റെ അളവ് ഒരുപാട് കൂടുതലുള്ള റൈസിനെയാണ് നമ്മൾ ഗോൾഡൻ റൈസ് എന്ന് പറയുക. ഗോൾഡൻ റൈസ് എന്ന് പറയാം. വിറ്റാമിൻ എ കൂടുതലുള്ള റൈസാണ് കേട്ടോ. പിന്നെ വൈറസിനെ പ്രതിരോധിക്കാൻ RSV എന്ന് പറഞ്ഞ വൈറസാണ്. ആ പ്രതിരോധിക്കാൻ കഴിവുള്ള പപ്പായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയ എന്നാണ് നമ്മൾ പറയട്ടോ. ഇംഗ്ലീഷ് പറയുമ്പോൾ GMO എന്നാണ് പറയുക. ജനറ്റിക്കലി മോഡിഫൈഡ്. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് എന്നാണ് പറയാം. മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് നമ്മൾ പറയാം. ഓർഗാനിസം GMO എന്നാണ് പറയാം. അങ്ങനെയുള്ള അത് പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം, സൂക്ഷ്മജീവികളാവാം, ആരാണെങ്കിലും അവരെ മുകളിൽ ജനിതക മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വന്നില്ലാലോ അല്ലേ. ജനിതക മാറ്റം വരുത്തിയ ജീവിയിൽ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളത് ആരായിരുന്നു? സ്യൂഡോമോണാസ്. ഓക്കെ, പുട്ടിഡ. ബേക്കേഴ്സ് ഈസ്റ്റ് ഫെർമെന്റേഷൻ ശേഷി കൂടുതലാണ് അല്ലെ. ഈക്കോളെ എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻസുലിൻ പ്രതിരോധമാണ്. റൈസോബി എന്ന് പറയുമ്പോൾ നൈട്രജൻ സ്ഥിരീകരണവും ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. ആ ടേബിൾ ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കല്ലേ. ഇത് ഫെർമെന്റേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഈക്കോളെ പറയുമ്പം ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് നേടിയെടുത്തവരാണ്. റൈസോബി എന്ന് പറയുമ്പം ഏതാണ്? നമ്മുടെ നൈട്രജൻ സ്ഥിരീകരണവും ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. ആണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാം, കുറേയൊക്കെ നമ്മൾ വളരെ മുൻപേ കേട്ട് പരിചയമുള്ളതല്ല, കുറേ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എല്ലാം നല്ല പുതിയ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റഡ് എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സിലബസ് അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ടൊന്ന് വായിക്കുക. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും ടെക്സ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലായി. SCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ ബാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക, വേണ്ടവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതേപോലെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റട്ടെ, വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്